So next topic എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ആണ്. ഓക്കെ, നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ റിയാക്ഷൻ ടർബൈൻ്റെ കേസിലും ഈസ് എം ഇൻറ്റു വി ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു വൺ ഇൻറ്റു വി ബി എന്നുള്ളത് തന്നെയാണ്. ഞാനിതിപ്പോൾ അത് യൂണിറ്റ് മാസിനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ ടൈം വേണ്ട, പകരം വി ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു വൺ ഇൻറ്റു വി ബി എന്ന ടൈംസ് മാത്രം മതി. ഇനി നമ്മൾ ആ വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടും. ദെൻ നമുക്കറിയാം സർട്ടൻ റിലേഷൻസ്, അതായത് ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ ആണ്, അതുപോലെ തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ആണ് എന്നിങ്ങനെ കുറച്ച് റിലേഷൻ നമുക്കറിയാം. ഓക്കെ, സോ വർക്ക് ഡൺ ഇക്വേഷൻ എം ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു വൺ ഇൻറ്റു വി ബി എന്നുള്ളതാണ്. അതിനെനിക്ക് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം, വി ഡബ്ല്യു, അതായത് ഈ ഒരു ടേമിന് പകരം ഐ ക്യാൻ റൈറ്റ് വി കോസ് ആൽഫ. ഓക്കെ, വി കോസ് ആൽഫ എന്ന് എഴുതാം. അതുപോലെ തന്നെ വി ഡബ്ല്യു വണ്ണിന് പകരം ഇവിടെ ബീറ്റയുടെ ടേമാണ്, അല്ലാതെ ഞാൻ ആൽഫയുടെ ടേം തന്നെ എടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ആൽഫയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫൈയുടെ ടേംസിൽ എടുക്കാനാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് വി ഡബ്ല്യു വൺ ഈസ് ഈക്വൽ ടു വി ആർ വൺ കോസ് ഫൈ. ഓക്കെ, വി ആറിൻ്റെ കോസ് ഫൈ കമ്പോണൻറ്റ് മൈനസ് ഇത്രയും സെക്ഷൻ വി ബി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വി ഡബ്ല്യു വൺ കിട്ടും. ഓക്കെ, സോ വി കോസ് ആൽഫ പ്ലസ് വി ആർ വൺ കോസ് ഫൈ, വി ആർ വൺ കോസ് ഫൈ ആയപ്പോഴത്തേക്കും ഇത്രയും പോർഷൻ ടോട്ടലും ഉണ്ട്. അതിനകത്തുനിന്ന് വി ബിയുടെ പോർഷൻ കുറയ്ക്കുമ്പോഴാണ് വി ഡബ്ല്യു വൺ കിട്ടുന്നത്, മൈനസ് വി ബി. ഓക്കെ, ഇൻറ്റു ഈ വി ബി നിന്ന ടേം അവിടെ വീണ്ടും റിമൈനിങ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിനകത്തുനിന്ന് വീണ്ടും നമുക്ക് എഴുതാവുന്ന ഒന്ന് രണ്ട് റിലേഷൻസ് ഉണ്ട്. അതായത് വി ആർ വൺ എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും സെയിം ആണ് ഫോർ എ റിയാക്ഷൻ ടർബൈൻ, അല്ലേ? വി ആർ വൺ ഇസിക്കൽ ടു വി വൺ ആൻഡ് വി ആർ ഇസിക്കൽ ടു വി ആൻഡ് വി ആർ ഇസിക്കൽ ടു വി വൺ. ഇങ്ങനെയാണ് റിലേഷൻസും കൂടെ നമ്മൾ റിയാക്ഷൻ ടർബൈൻസിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് എനിക്കിവിടെ ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഫൈ ഇസിക്കൽ ടു ആൽഫയാണ്. ഓക്കെ, അതായത് വി ആർ വൺ കോസ് ഫൈക്ക് പകരം ഐ ക്യാൻ അഗെയിൻ റൈറ്റ് വി കോസ് ആൽഫ എന്ന് തന്നെ എഴുതാം ഈ ടൈമിന് പകരമായിട്ട്. സോ ഒരു ഇക്വേഷൻ ബിക്കംസ് 2v cos alpha minus vb the whole into vb എന്ന് തന്നെ വരും. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും 2vb cos alpha മൈനസ് vb സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അതിനകത്തുനിന്ന് ഞാൻ വേറൊരു ടേം ഡിറൈവ് ചെയ്യാനാണ്, അതായത് വി ബി ബൈ വി എന്നൊരു ടേം എനിക്ക് ഡിറൈവ് ചെയ്യണം. വി ബി ഡിവൈഡഡ് ബൈ വി എന്നൊരു ടേം ആണ്. ആ ടേമിൻ്റെ വി ബി ബൈ വി എന്നൊരു ടേമിനെ നമ്മൾ ബ്ലേഡ് സ്പീഡ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് ബ്ലേഡിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് സ്റ്റീം എൻറ്ററിങ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ സിമ്പിൾ റോ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വി ബി ബൈ വി എന്ന ടേം ഇവിടെ കൊണ്ടുവരിക, അതായത് റോയുടെ ടേംസിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ത്രൂ ഔട്ടായിട്ട് ആദ്യമേ ഒരു വി സ്ക്വയർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. സോ 2 ഇൻറ്റു വി ബി കോസ് ആൽഫ മൈനസ് വി ബി സ്ക്വയർ, ഈ മൊത്തം ടേമിനെയും ഞാനൊരു വി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ മാറാതിരിക്കാനായിട്ട് പുറത്ത് ഒരു വി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്യും. ഓക്കെ, നമുക്ക് എങ്ങനെ കിട്ടും 2 ഇൻറ്റു വി ബൈ വി സ്ക്വയർ, അപ്പം സ്ക്വയർ പോയി. ദെൻ വി ബി ബൈ വിക്ക് വരും റോ കോസ് ആൽഫ. ഇവിടെ അഗെയിൻ വി ബി ബൈ വി ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം, അതായത് മൈനസ് റോ സ്ക്വയർ ഹോൾ ഇൻറ്റു വി ബി അല്ല വി സ്ക്വയർ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. ഇതാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് ഡണ്ടെ ഇക്വേഷനായിട്ട് കിട്ടിയേക്കുന്നത് ഫോർ എ റിയാക്ഷൻ ടർബൈൻ. ഇനി അതിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എനർജി എന്ന് പറയുന്നത്, റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വി ഹാവ് 2 സെറ്റ്സ് ഓഫ് ബ്ലേഡ്സ്. ആദ്യമേ ഒരു സെറ്റ് ഓഫ് ഫിക്സഡ് ബ്ലേഡ്സും ഉണ്ട്, ദെൻ ഒരു മൂവിങ് ബ്ലേഡ്സും ഉണ്ട്. ഫിക്സഡ് ബ്ലേഡ്സിലോട്ടായിരിക്കും നമ്മുടെ നോസിലിൽ നിന്ന് വരുന്ന കൈനറ്റിക് എനർജി ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദി കൈനറ്റിക് എനർജി
സപ്ലൈഡ് ടു ഫിക്സഡ് ബ്ലേഡ്സ് എന്ന് പറയുന്നത് പിന്നെ V²/2 ആണ് ഫോർ യൂണിറ്റ് മാസിന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അതേപോലെ കൈനറ്റിക് എനർജി സപ്ലൈഡ് ടു മൂവിങ് ബ്ലേഡ്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? മൂവിങ് ബ്ലേഡ്സിൻ്റെ ഔട്ടിലുള്ള എനർജി എത്രയുണ്ടോ ടു ഇന്നിലുണ്ടായിരുന്ന നമ്മൾ സപ്ലൈ ചെയ്ത എനർജി എത്രയാണ്? നേരത്തെ ഡെറിവേറ്റീവ് ഇക്വേഷൻ തന്നെയാണ്, അതായത് V²/2 മൈനസ് V1²/2 എന്ന് പറയും. V²/2 എന്ന് പറയുന്നത് നമ്മൾ മൂവിങ് ബ്ലേഡ്സിലോട്ട്, അതായത് ഫിക്സഡ് ബ്ലേഡിൽ നിന്ന് മൂവിങ് ബ്ലേഡ്സിലോട്ട് സപ്ലൈ ചെയ്യുന്ന എനർജിയാണ്. അതിൽ ബ്ലേഡ്സിൻ്റെ റൊട്ടേഷൻ കഴിഞ്ഞ് എത്രത്തോളം അബ്സല്യൂട്ട് വെലോസിറ്റി എനർജിയാണോ തിരിച്ച് ബ്ലേഡ്സിന് പുറത്ത് വരുന്നത്, എക്സാമ്പിൾ എൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വേണ്ടി സപ്ലൈ ചെയ്ത് പോകുന്ന എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് V1 എന്ന് പറയുന്നത്. സോ മൂവിങ് ബ്ലേഡ്സിലേക്ക് സപ്ലൈ ചെയ്യുന്ന എനർജി ഈസ് V²/2 മൈനസ് V1²/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ടോട്ടൽ എനർജിയും കൂടെ എഴുതാം. ടോട്ടൽ കൈനറ്റിക് എനർജി സപ്ലൈഡ് ടു വൺ സെറ്റ് ഓഫ് ഫിക്സഡ് ബ്ലേഡ് ആൻഡ് മൂവിങ് ബ്ലേഡ്സ് വരുന്ന ഒരു സെറ്റിലേക്ക് ഞാൻ സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ എനർജി എത്ര എന്നുള്ളതാണ്. ഇസ് ഈക്വൽ ടു V²/2 പ്ലസ് V²/2 മൈനസ് V1²/2 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ബ്ലേഡിൽ സപ്ലൈ ചെയ്ത എനർജി, ഇത് മൂവിങ് ബ്ലേഡ്സിൽ സപ്ലൈ ചെയ്ത എനർജി കമ്പൈൻ കഴിഞ്ഞാൽ വി ഹാവ് ടു ടൈംസ് V²/2 എന്നൊരു ടേം ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് as 2V² മൈനസ് ഒരു തവണ V1² the whole divided by 2. ഓക്കെ, ഞാനിവിടെ ഇപ്പം 2 ടൈംസ് എടുത്തിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തില്ല, ഞാൻ ഹോളായിട്ട് ഒരു 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് V1 പകരമായിട്ട് വേറൊരു ടേം യൂസ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഒരു ജോമെട്രി കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് അവർ VB. ഓക്കെ, ഇതാണ് നമ്മുടെ VBയുടെ വാല്യൂ. ദെൻ ഹിയർ വി ഹാവ് ക്യാപിറ്റൽ V ആൻഡ് ഇവിടെ VR. ദിസ് ആംഗിൾ ഈസ് ആൽഫ. ഞാൻ ഇവിടുത്തെ ഈ ഒരു ഇത്രയും സെക്ഷൻ മാത്രം ഒന്നും കൂടെ എടുത്ത് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇത്രയും പോർഷൻ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് ആക്സിയൽ കമ്പോണൻസും കൂടെ ഞാനിവിടെ രണ്ട് ടേംസ് മാർക്ക് ചെയ്യുന്നു. ദിസ് ഡിസ്റ്റൻസ് ഈസ് X ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y. ഓക്കെ, ഇവിടെ ഞാനൊരു X ആൻഡ് Y എന്നും പറഞ്ഞ് ഒരു രണ്ട് വാല്യൂസ് ആർബിട്രേറ്റ് കൊടുക്കുകയാണ്. അതായത് നമുക്ക് VRൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ജോമെട്രി എന്ന് പറഞ്ഞിരുന്നു V1 എന്ന് പറയുന്ന വാല്യൂ VR എന്ന് പറയുന്ന വാല്യൂ സെയിം ആണ്. ഓക്കെ, സോ ഞാനിവിടെ V1² പകരം ഐ ആം റൈറ്റിംഗ് ഇറ്റ് ആസ് VR². ദെൻ നമ്മൾ ഈ ഒരു ജോമെട്രി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എഴുതാം VR² ഈസ് ഈക്വൽ ടു X² പ്ലസ് Y². ഈ ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ VR എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് വരും. സോ X² പ്ലസ് Y² ആയിരിക്കും VRൻ്റെ വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ V² ഈസ് ഈക്വൽ ടു X² പ്ലസ് Y പ്ലസ് VB ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. Y പ്ലസ് VB ദ ഹോൾ സ്ക്വയർ പ്ലസ് X² എടുത്തു കഴിഞ്ഞാൽ ഇവിടെ V²ൻ്റെ വാല്യൂം കിട്ടും. ഇനി Y പ്ലസ് VB എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ X² പ്ലസ് Y² പ്ലസ് VB² പ്ലസ് 2YVB എന്നെഴുതാം. Y പ്ലസ് VB ഹോൾ സ്ക്വയർ A പ്ലസ് B ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ ഇതിനകത്തിന് വീണ്ടും X² പ്ലസ് Y² പകരം എനിക്ക് VR² എന്ന് തന്നെ എഴുതാം. X² പ്ലസ് Y² പകരം ഞാനിവിടെ VR² എന്ന് എഴുതി. ദെൻ ഒരു VB² ഉണ്ട്, അതുകൂടെ കിടക്കട്ടെ, പ്ലസ് 2 ഇൻറ്റു ഞാൻ ഈ Y എന്ന് പറയുന്ന ടേമിന് പകരം ഞാൻ വേറൊരു ടേം യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ആക്ച്വലി ഇവിടെ Y പ്ലസ് VB എന്ന് പറഞ്ഞാൽ വിയുടെ കോസ് ആൽഫ കമ്പോണൻ്റ് ആണ് അല്ലേ. Y പ്ലസ് VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെ കോസ് ആൽഫ കമ്പോണൻ്റ് ആണ്. ദിസ് ആംഗിൾ ഈസ് ആൽഫ, ഹിയർ വി ഹാവ് V. ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത്തിൻ്റെ ഞാൻ Y പ്ലസ് VB എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് ഐ ക്യാൻ റൈറ്റ് Y ഈസ് ഈക്വൽ ടു
വി കോസ് ആൽഫ മൈനസ് വി ബി എന്ന് എഴുതാം അല്ലേ. y is equal to v cos alpha minus vb. ഓക്കെ, സോ ഞാൻ ആ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. പ്ലസ് 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു വി കോസ് ആൽഫ മൈനസ് വി ബി ഹോൾ ഇൻറ്റു വി ബി. ഓക്കെ, സോ ഇങ്ങനെ വരും വി ആർ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ പ്ലസ് 2 v cos alpha into vb, 2 vb cos alpha, then minus vb into vb minus vb square. ഓക്കെ, ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ദെൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എഴുതാം. വി സ്ക്വയർ ഇസ് ഇക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി ബി പ്ലസ് 2 വി ബി കോസ് ആൽഫ മൈനസ് വി ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ ഒരു 2 കൂടെ ഉണ്ടല്ലോ, മീൻസ് 2 വി ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഫോർ അതർ ടേംസ് വി ക്യാൻ റൈറ്റ് വി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 2 വി ബി കോസ് ആൽഫ. ഈ ടൈം ഇപ്പുറത്തോട്ടപ്പോഴത്തേക്കും മൈനസ് ആയത്. ദെൻ ഇവിടെ ഒരു പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 ടൈംസ് വി ബി സ്ക്വയർ ഉണ്ട്, അതായത് ഒരു മൈനസ് വി ബി സ്ക്വയർ. അപ്പോൾ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ പ്ലസ് വി ബി സ്ക്വയർ. ഓക്കെ, സോ അതിൽ നിന്ന് ക്യാൻ റൈറ്റ് വി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 വി ബി കോസ് ആൽഫ. ഓക്കെ, വി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 വി ബി കോസ് ആൽഫ എന്ന രീതിയിൽ എഴുതാം. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഇത്രയും ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നമുക്ക് വെക്ടറിൻ്റെ ജോമെട്രി വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഇക്വേഷൻ ഉള്ളത് തന്നെയാണ്. ഇഫ് ഈ 3 വെക്ടേഴ്സ് ഒരു ട്രയാങ്കിൾസിൻ്റെ സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റസ് വി സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2 വി ബി കോസ് ആൽഫ എന്നൊരു ഇക്വേഷൻ ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വിചാരിച്ചാൽ ഞാൻ ഈ വലിയ രീതിയിൽ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, സോ വി ആർ സ്ക്വയറിന് വരും ഇങ്ങനൊരു വാല്യൂ. ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2 വി സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയറിന് പകരം വി സ്ക്വയർ മൈനസ് വി ബി സ്ക്വയർ പ്ലസ് 2 വി ബി കോസ് ആൽഫ the whole divided by 2. ഓക്കെ, അതായത് 2 വി സ്ക്വയർ ഒരു മൈനസ് വി സ്ക്വയർ എന്ത് കിട്ടും? വിൽ ഹാവ് എ വി സ്ക്വയർ മൈനസ് വി ബി സ്ക്വയർ പ്ലസ് 2 വി ബി കോസ് ആൽഫ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. എഗെയിൻ ഞാനിതിനെ റോയുടെ ടേംസിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ആയിട്ടൊരു വി സ്ക്വയർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, വി സ്ക്വയർ ഉണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കിട്ടും. ഞാൻ ഈ ഒരു വി സ്ക്വയർ ബൈ 2 പുറത്തെടുക്കുന്നു. അതായത് മൾട്ടിപ്ലൈ യൂസ് ചെയ്ത വി സ്ക്വയറിനെ ടോട്ടൽ എടുക്കുന്ന 2 പുറത്തെടുക്കുകയാണ്. വിൽ ഗെറ്റ് വി സ്ക്വയർ ബൈ 2. ദെൻ റിമൈനിങ് എന്തൊക്കെയാണ് ഉള്ളത്? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ 1 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ വി ദ ഹോൾ സ്ക്വയർ റോ സ്ക്വയർ എന്ന് വരും പ്ലസ് 2 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആയപ്പോഴത്തേക്കും 1 ബൈ വി എന്ന് മാത്രം വന്നു. ദെൻ ഇവിടെ ഒരു വി ബി ഉണ്ട്, സോ വി ബി ഡിവൈഡഡ് ബൈ വി എന്നാവും, അതായത് 2 റോ കോസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, സോ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ എന്നാണ്. വെയർ റോ ഈസ് കാൾഡ് ദി പ്ലേറ്റ് സ്പീഡ് ratio VB by V. Then input work done the equation 2 rho cos alpha minus rho square into V square എന്ന് വരും. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടും.